ഹലോ ഫ്രണ്ട്സ്, മനോസ് വർക്ക്ബെഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഇതുപോലത്തെ ഒരു ചെറിയ ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഇതെങ്ങനെ ഉണ്ടാക്കി നിങ്ങൾക്ക് കാണണ്ടേ? നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് നമുക്ക് ഇതുപോലത്തെ 2 ഇഞ്ചിൻ്റെ PVC പൈപ്പ് ആവശ്യമുണ്ട്. ഈ PVC പൈപ്പിൻ്റെ സൈഡിൽ നമുക്ക് കുറച്ച് ഹോൾസ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാനുണ്ട്. നമുക്ക് സ്വിച്ചിനും അതുപോലെ തന്നെ ചാർജിങ് പോർട്ടിനും വേണ്ടിയിട്ടുള്ള 2 ഹോൾസുകളാണ്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു PVC ഷീറ്റ് ആവശ്യമുണ്ട്. ഇതിനകത്ത് നമുക്ക് ആ PVC പൈപ്പിൻ്റെ അതേ സർക്കിൾ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തിട്ട് നമുക്കൊരു ചെറിയ ഒരു അടപ്പ് ഉണ്ടാക്കിയെടുക്കണം. ഇനി നമുക്ക് ഉണ്ടാക്കിയ ആ അടപ്പ് ഫ്ലെക്സ് ക്വിക്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂൾ ആവശ്യമുണ്ട്. ഇനി നമുക്ക് ആ ബ്ലൂടൂത്ത് ബോർഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 5 പോയിന്റിലേക്ക് ഓരോ വയർ സോൾഡർ ചെയ്ത് പുറത്തേക്ക് എടുക്കാം. ഇനി നമുക്ക് PAM8403 എന്ന് പറയുന്ന ഒരു ആംപ്ലിഫയർ ബോർഡ് ആവശ്യമുണ്ട്. നമ്മൾ ബ്ലൂടൂത്ത് മൊഡ്യൂളിലേക്ക് സോൾഡർ ചെയ്ത ഓരോ വയേഴ്സും ആംപ്ലിഫയർ ബോർഡിൻ്റെ പോയിന്റിലേക്ക് ഓരോന്നോരോന്ന് നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഈ കണക്ഷൻസ് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആംപ്ലിഫയർ ബോർഡിൻ്റെ സപ്ലൈ പോയിന്റിൽ നിന്ന് 2 വയർ ഇതുപോലെ സോൾഡർ ചെയ്ത് പുറത്തേക്ക് എടുക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ 2 ബോർഡും ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആംപ്ലിഫയർ ബോർഡിൽ സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യാനുള്ള 2 വയർ സോൾഡർ ചെയ്ത് പുറത്തേക്ക് എടുക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ TP4056 ലിഥിയം അയൺ ബാറ്ററി ചാർജർ ബോർഡ് ആവശ്യമുണ്ട്. ഇനി നമുക്കിതൊരു 3.7 വോൾട്ട് ഒരു മൊബൈൽ ബാറ്ററി ആവശ്യമുണ്ട്. ഇനി നമുക്ക് ആ ചാർജർ ബോർഡിലേക്ക് ബാറ്ററിയുടെ പ്ലസും മൈനസും കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ചാർജർ ബോർഡ് ബാറ്ററിയുടെ പുറത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ ചെറിയൊരു സ്വിച്ച് ആവശ്യമുണ്ട്. ഇനി നമ്മൾ നേരത്തെ ആംപ്ലിഫയർ ബോർഡിൽ നിന്ന് 2 വയർ സോൾഡർ ചെയ്തെടുത്തായിരുന്നു സപ്ലൈ വോൾട്ടേജിൻ്റെ. അതിനകത്ത് ആ റെഡ് കളർ വയർ നമ്മുടെ സ്വിച്ചിൻ്റെ ഒരു പിന്നിലേക്കും പിന്നെ അതിൽ നിന്ന് വേറൊരു വയർ 2ാമത്തെ പിന്നിലേക്കും സോൾഡർ ചെയ്ത് കൊടുക്കുക. ഇനി ഈ വീഡിയോ കാണുന്ന പോലെ ആ 2 വയറും ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും സോൾഡർ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച PVC പൈപ്പിൻ്റെ കേസിലേക്ക് ഈ ബാറ്ററിയും അതുപോലെ തന്നെ എല്ലാം നമ്മൾ കണക്ട് ചെയ്ത എല്ലാ സർക്യൂട്ടുകളും അതിൻ്റെ അകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഇതെല്ലാം ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലെ റിംഗ് ഷേപ്പ് PVC ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതുപോലത്തെ ചെറിയൊരു 3 വാട്ടിൻ്റെ സ്പീക്കർ ആവശ്യമുണ്ട്. ആ സ്പീക്കർ നമ്മൾ നേരത്തെ ഇപ്പോൾ കട്ട് ചെയ്ത ആ റിങ്ങിലേക്ക് അത് ഒട്ടിച്ചു കൊടുക്കാം.
ഇനി നമുക്ക് ആംപ്ലിഫയർ ബോർഡിൽ നിന്ന് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യാനുള്ള 2 വയറുകൾ പോസിറ്റീവും നെഗറ്റീവും നോക്കി സോൾഡർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്പീക്കറിലേക്കുള്ള കണക്ഷൻസ് എല്ലാം കഴിഞ്ഞ ശേഷം സ്പീക്കർ നമുക്ക് അതിൻ്റെ ടോപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെറിയ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ചാർജ് ചെയ്ത് നോക്കാം ഫസ്റ്റിലെ തന്നെ. നമുക്കൊരു 5 വോൾട്ട് 1 ആമ്പിൻ്റെ ചാർജർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ബ്ലൂടൂത്ത് സ്പീക്കർ ചാർജ് ചെയ്യാവുന്നതാണ്. ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് റെഡ് LED ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. ചാർജ് ഫുള്ളായി കഴിയുമ്പോൾ ഒരു ബ്ലൂ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ബ്ലൂടൂത്ത് സ്പീക്കർ ഫോണായിട്ട് പെയർ ചെയ്തിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മനൂസ് വർക്ക്ബെഞ്ച് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിന് നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ടിൽ ദെൻ, ഗുഡ് ബൈ.